മുർഷിദാബാദിലെ ചോർക്കാക്രിയിലുള്ള ഒരു കവലയിലിരിക്കാൻ ഇതാ ഒറ്റ നോട്ടത്തിൽ ഒരു ആൽമരം, ചുറ്റും കൊടിതോരണങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങൾ, പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പേരെന്താ? മുഹമ്മദ് തഫസ്സുൽ ഷേഖ്, ഐനുൽ ഷേഖ്, മുഹമ്മദ് മാനിക് ഷേഖ്, നന്ദു ഷേഖ്. ഈ പ്രദേശത്തു നിന്നുള്ള ഏതാണ്ട് 70% ആൾക്കാർ കേരളത്തിലാണ് പണിയെടുക്കുന്നത്. പത്മ നദിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുള്ള പത്മ നദി. അവിടെ നല്ല ഇലീഷ് മത്സ്യങ്ങൾ, ഇൽസ മത്സ്യം കിട്ടും. നല്ല മീന, നല്ല ടെസ്റ്റ് മീനുണ്ട്. ടേസ്റ്റാ. എന്താ എല്ലാവരും കേരളത്തിൽ പോകാൻ കാരണം? എവിടെ പനി കുറവാ. കൂലി ഇവിടെ എത്രയാ? എവിടെ അപ്പ 500 ഉണ്ട്. 6 മണിക്കൂർ പണി 300 രൂപ കിട്ടണുണ്ട്. ഭക്ഷണം കിട്ടും, ഒരു നേരം ഭക്ഷണം കിട്ടും. ഇലക്ഷൻ ആകുമ്പോൾ വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? ഒരു 80 വരെ വരണ്ട്. ഇവരിവിടെ വന്നിട്ട് ചെയ്യുന്നവരുടെ വീടുകളുണ്ട്. പല പ്രദേശങ്ങളിലും ആദ്യമായിട്ട് നല്ല വീടുകൾ വെച്ച് താമസിക്കുന്നുണ്ട്. നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാനത്തെ ഗ്രാമം ചോർക്കത്മാർ. ഈ ഗ്രാമത്തിൽ ഒരുപാട് പേർ കേരളത്തിലാണ്. കേരളത്തിൽ പോകും മുമ്പ് അവരുടെ വീടുകൾ ഇതുപോലെയാണ്. ഈ മുള കൊണ്ട് കെട്ടിയ അതിരുകളിട്ട് ഷീറ്റ് മേഞ്ഞ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ. തിരിച്ചു വന്ന ശേഷം ഇതിന്റെ രൂപം മാറുന്നുണ്ട്. तूफान बहुत सा आ रहा है ना? बहुत तूफान आ रहा है. यही महीने में आएगा, कब आएगा मालूम नहीं. जब तक तूफान आएगा तो ये पूरा घर टूट जाएगा. अच्छा, ये पूरा गया? पूरा टूट गया. ये 5 साल आगे एक बार गया था. मेरा छोटा एक लड़का था और पूरा घर टर सीधी घर में चापा खा जाएगा. ഈ ഗ്രാമങ്ങളിലെ മറ്റ് പുതിയ വീടുകളിലേക്ക് നമുക്ക് ഇനി പോകാം. ഒരുപാട് പേര് കേരളത്തിലുണ്ടോ? हर घर का 1-2 आदमी है केरला में. हर आदमी हर घर का. अभी अच्छा घर बनाया. अभी अच्छा बनाया और भी मेहनत करेगा तो और भी अच्छा होगा. और प्लास्टिक हाँ, अब जाएगा, अब इलेक्शन के बाद जाएगा, फिर प्लास्टर करेगा. അങ്ങനെ നമ്മൾ നന്ദു ഷെയ്ഖിന്റെ വീട്ടിൽ വന്നാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ എല്ലാവരും നല്ല പണി. ഞാൻ കേരള പോയിട്ട് പണി ഉണ്ടാക്കി, പൈസ ഉണ്ടാക്കി തിരിച്ചു വന്നിട്ട് ഇതാ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഇവിടെ കണ്ട ഇതുപോലെയുള്ള പുതിയ വീടുകളൊക്കെ നല്ല പുതിയ വീടുകളിൽ കേരള പൈസ ഉണ്ടാക്കി വന്നിട്ട് ഉണ്ടാക്കി. ഒക്കെ പതിബി കേരള. ഈ ഗ്രാമത്തിലെ എല്ലാ വീട്ടിൽ നിന്നും 1, 2, 3 ആൾക്കാര് നമ്മുടെ നാട്ടിലാണ്. നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്നവർ. അവർക്കും ഇതുപോലെ ഇതാ ഈ പച്ചമാങ്ങ തിന്നണ സ്വാദ് അവരുടെയും ഓർമ്മയിലുണ്ട്. ഈ ഓർമ്മകളുമായി കൂടിയാണ് അവർ കേരളത്തിൽ പണിയെടുക്കുന്നത്, തിരിച്ചു വന്ന് സ്വന്തം നാടിനെ സ്വർഗമാക്കാൻ. വിനോദ് മൊറാഴയ്ക്കൊപ്പം മുർഷിദാബാദിൽ നിന്ന് കെ മധു, മാതൃഭൂമി ന്യൂസ്.